നമ്മൾ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറി. അപ്പോൾ സാധാരണ ഈ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഉണ്ട്. കാരണം ഞാനും ബാച്ചിലർ ലൈഫ് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്, കുക്കിങ്ങും പിന്നെ പാത്രം കഴുകലൊക്കെ. അപ്പോൾ അതിന് പകരം അത് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പാത്രങ്ങളൊന്നും ഇതാക്കാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടി. നമുക്ക് ഈ മെനക്കെടുന്ന പരിപാടി അല്ലെങ്കിൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൻ്റെ കലാപരിപാടിയാണ്. എന്തായാലും പ്രാവശ്യം തൃശ്ശൂർ പൂരം വെടിക്കെട്ടൊന്നും ഉണ്ടായില്ല, ഒരു ചെറിയ വെടിക്കെട്ടുണ്ടായിക്കോട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു 2 ഒനിയൻ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ഇങ്ങനെ അരിയുക, ഒരു വറ്റൽമുളക് നടുപൊട്ടിച്ച് വയ്ക്കുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ സാധനം ബീഫ്, ഒരു 450 ഗ്രാം ബീഫ് ഉണ്ട് കേട്ടോ. അത് അധികം എല്ലില്ലാത്ത ബീഫാണ്. അപ്പോൾ ഞാൻ നന്നായി കഴുകി വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ ഇടുകയാണ് കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 6-7 അല്ലി ഇട്ടാ, അതും ചെറുതാക്കി അരിഞ്ഞത്. വേണമെങ്കിൽ ചതച്ചിടാണ്ട്. ഇപ്പം നമ്മൾ ഈ ബാച്ചിലർ ലൈഫൊക്കെ ആയിട്ടുള്ളപ്പോഴേ ഈ ചതക്കാനുള്ള മുട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അരയ്ക്കുക, കട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരയ്ക്കല്ല. ഇപ്പോൾ ഇതൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നോട്ടെ കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുവിധം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇതായപ്പോൾ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉണക്കമുളകില്ലേ, പൊട്ടിച്ച് വെച്ച ഉണക്കമുളക്, അത് അതിലേക്കാണ്ട് ഇടുക, ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പില ഇടുക. കറിവേപ്പില കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂടുതൽ എടുത്താലും നല്ലതാണ്. ഇതൊന്ന് ഒരു പച്ച ഇത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സവാള അരിക്കിടുകയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളകൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് നന്നായി ഇളക്കുക. ഈ സവാള വഴറ്റുമ്പോൾ എപ്പോഴും അതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും ചെയ്യും. പിന്നെ ഇടേണ്ട, കറിയിലിടേണ്ട ഉപ്പ് നോക്കിയിട്ട് ഇടണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് അഭിഷേകമായി മാറും, ഉപ്പ് കറിയായി മാറും, ബീഫ് കറി മാറിയിട്ട്. ഇതൊന്ന് ഒരു നന്നായി വഴറ്റിയെടുക്കണം നമുക്ക്. പിന്നെ ഈ ബീഫ് എന്ന് പറയണത് കഴിച്ചവർക്ക് അറിയാം. ലാലേട്ട സിനിമയിൽ പറയണ പോലെയാണ്, സംഗീതം അറിയുന്തോറും അകലുന്ന മഹാസാഗരം എന്ന് പറയണ പോലത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതുപോലെ ബീഫ് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ ഈ സാധനം നിർത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ വേറെ മീറ്റൊന്നും കഴിക്കൂല. അത് കഴിച്ചവർക്ക് അറിയാലോ, കഴിക്കാത്തവരോട് പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ അവർക്ക് ഞാനിതൊരു ചലഞ്ചായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലോകത്തിൽ വേറെ ടേസ്റ്റുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ. ചുമ്മാ പറഞ്ഞാട്ടാ, ഓരോരുത്തരുടെ ഭക്ഷണ രീതി, അവരുടെ വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാണേ. അപ്പൊ ഇതൊന്ന് വഴറ്റി വരട്ടേട്ടാ. ഇപ്പൊ സവാള ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതിൽ മസാലകൾ ചേർക്കണം. മസാലകൾ എന്തൊക്കെയാ വേണ്ടത്? ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് കേട്ടോ. മറ്റേ സാധാരണ ചില്ലിപ്പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ നോക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെന്താ വേണ്ടത്? പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടാണ് ഇളക്കുക. ആ ഒരു പച്ചക്കുത്തലാണ് മാറട്ടെ കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യാട്ടോ. നമുക്ക് ഒന്ന് നന്നായി
മസാല അതിൽ പിടിക്കുന്നത് കേട്ടോ. മസാലയും സവാളയും കൂടി നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ഇത്ര പെരിഞ്ചീരകം കൂടി ഇടുക കേട്ടോ. നന്നായിട്ട് ഇളക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഉണ്ടോ അതിലേക്ക് ഇടുക. ബീഫ് ഇട്ടിട്ട് ഈ മസാല ബീഫിനായിട്ട് നന്നായിട്ട് പിടിപ്പിക്കുക. മസാലയും ഉള്ളിയും ഒക്കെ ബീഫിനായിട്ട് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാൻ കേട്ടോ. നല്ല വെള്ളം വേണ്ട, ഒരു കട്ടി ഗ്രേവി ആയിക്കോട്ടെ. ഒരു ഇത്ര, പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാട്ടോ. ഇനി തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, കുക്കർ അടയ്ക്കണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാണ്. ഒരു 4 പീസ് ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളിയും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്കർ അടയ്ക്കാം. വേണമെങ്കിൽ ഇത്തിരി എരിവ് വേണ്ടവർക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ നടുകീറിയിട്ട് ഇടാം. ഇനി നമുക്ക് കുക്കർ അടയ്ക്കണം. കുക്കർ അടയ്ക്കുന്നതിനെക്കാട്ടിലും മുമ്പായിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. ഇനി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം, തിരിച്ച് ചേർക്കാം. അപ്പൊ ഞാൻ കുക്കർ അടയ്ക്കുകയാണ്. എന്നിട്ട് വിസിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 വിസിലടിപ്പിക്കാം. അപ്പൊ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് അപ്പൊ നമ്മളതൊന്ന് തുറന്നു നോക്കട്ടോ. കണ്ട, നമ്മൾ അധികം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കണ്ട നല്ല അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് തട്ടുകടയിലൊക്കെ ദോശയുടെ കൂടിയും അങ്ങനത്തെയൊക്കെ കൂടെ ബീഫ് കറി കിട്ടും. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കി എടുക്കട്ടോ വേണമെങ്കിൽ. അപ്പൊ ഞാനൊന്ന് സ്റ്റവ് ഓൺ ചെയ്തു. സ്റ്റവ് ഓൺ ചെയ്തതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില ഇടുക. സമയത്ത് ഒരു കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇപ്പോൾ ഞാൻ വീട്ടിൽ മോൻ കഴിക്കുന്നത് കാരണം കൊണ്ട് അധികം എരിവ് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ഈ സമയത്ത് നല്ല രീതിയിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇപ്പം നമ്മൾ കുക്കറിൽ ഈ ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ആ വെള്ളം നമ്മൾ കുക്കറിൽ വിസിലടിക്കുന്ന 5 വിസിലടിക്കുന്ന സമയം കൊണ്ട് വെള്ളം കൂറി വന്ന് കണ്ട അത്യാവശ്യത്തിന് വെള്ളമായി ഒന്ന് കുറുകിക്കോട്ടെ വേണമെങ്കിൽ. അപ്പൊ നമുക്കൊന്ന് കുറുകണവരൊന്ന് വെയിറ്റ് ചെയ്യാം. ചാറ് കുറുക്കി നല്ല അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് തട്ടുകടയിൽ കിട്ടണ പോലെ തന്നെ ദോശയുടെ കൂടെയാ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നമുക്ക്. കണ്ട നല്ല അടിപൊളി ബീഫ് കറി. വായിൽ വെള്ളം തുടങ്ങി. നമ്മുടെ സ്വയംബൻ തട്ടുകട ബീഫ് കറി, ഉള്ളിച്ചമ്മന്തി, ദോശ എല്ലാം കൂടിയിട്ട് ഒരു പിടുത്തം പിടിക്കാം. ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ഇതായിക്കോട്ടെ. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഈസിയാണ് പരിപാടി. കൂടുതൽ കലാപരിപാടികളൊന്നുമില്ല. പൊതുവെ ഈ നോണൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ നേരം ഇട്ട് ഇതാക്കിയിട്ട് അതൊന്നുമില്ല. എല്ലാം ഒറ്റയടിക്ക് കുക്കറിലിട്ടാണ്ട് ശരിയാക്കി കാര്യം റെഡിയായി. ഒരു കഷ്ണം അടിക്കട്ടെ കേട്ടോ. വായിൽ വെള്ളം വന്ന് തുടങ്ങി. ദോശ ഉണ്ട്, ഒരു ബീഫ് തട്ടുകട സ്റ്റൈൽ തന്നെ. വാവ്, അമേസിങ്. ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പൊന്നു